കുട്ടികളെ നമസ്കാരം. വരവിന് അനുസരിച്ച് ചെലവ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു തത്വമുണ്ട്. വ്യക്തികളുടെ വരവ് ചെലവിൻ്റെ കാര്യത്തെപ്പറ്റി പുതിയ സാമ്പത്തിക ശാസ്ത്രത്തിൽ വിജ്ഞന്മാർ പറയുന്നത് 50-30-20 എന്ന തത്വമാണ്. അതായത് 50% ഫോർ നീഡ്സ്, 30% ഫോർ വാണ്ട്സ് ആൻഡ് 20 ഫോർ സേവിങ്. അതായത് അത്യാവശ്യത്തിനാണ് 50%. അപ്പോൾ അത്യാവശ്യം എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഭക്ഷണം കൂടാതെ നമുക്ക് കഴിയില്ല. അപ്പോൾ ഭക്ഷണത്തിന് വേണ്ട അരി, പച്ചക്കറി, ആദ്യ സാധനങ്ങൾ എന്താ വെച്ചാൽ അത് നീഡ്സിൽ പെടും. പിന്നെ 30% വാണ്ട്സ് എന്ന് പറഞ്ഞെങ്കിൽ മോഹങ്ങൾ. അങ്ങനൊരു TV വാങ്ങണമെന്ന് മോഹമുണ്ട്, റേഡിയോ വേണം, എന്തായാലും പല ജാതി മോഹങ്ങളുണ്ടാവും. പക്ഷെ അത് അത്യാവശ്യമല്ല, ആവശ്യമാണ് ഇതിന്. അപ്പോൾ അത് അതിനും കുറച്ച് നീക്കി ഇരിപ്പ് വെച്ചിട്ടുണ്ട്. പക്ഷെ പ്രധാനം അതല്ല. അതിൽ 20% ഫോർ സേവിങ് എന്ന് പറഞ്ഞാൽ അപ്പം ഭാവി നന്മയ്ക്ക് വേണ്ടി സൂക്ഷിച്ചു വയ്ക്കാനുള്ളതാണ്. അതാണ് പുതിയ സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധന്മാർ പറയുന്ന ഒരു ബ്രേക്കപ്പ് എന്നർത്ഥം. അതിൻ്റെ ഒരു ശതമാനങ്ങൾ, അല്ലെങ്കിൽ എത്ര ഭാഗം എന്നുള്ളത്. അപ്പോൾ 20% എന്ന് പറഞ്ഞാൽ 1/5 അത് സേവിങ് ആയിട്ട് വെക്കണം എന്നുള്ളതാണ് ചുരുക്കത്തിൽ ഈ പുതിയ സാമ്പത്തിക വിദഗ്ധന്മാർ പറയുന്ന. നമ്മളെ കവി കഴിഞ്ഞ 2 ശ്ലോകങ്ങളിലും ഇതേ വിഷയം തന്നെയാണ് കൈകാര്യം ചെയ്തിരുന്നത്. അതിനെ ഒന്നും കൂടി കൂടുതൽ വിശദമാക്കുകയാണ് ഈ അടുത്ത ശ്ലോകത്തിലെ ഈ ഖണ്ഡം 2 26 ശ്ലോകത്തിൽ. അത് നമുക്ക് ആദ്യം ആ ശ്ലോകം ഒന്ന് ചൊല്ലാം. ധർമ്മത്തിനൊന്ന്, നൃപനൊന്ന്, യശസ്സിനൊന്ന്, ശർമ്മത്തിനൊന്നു, നിജമിത്രഗണത്തിനൊന്ന്, ഇമ്മട്ടിലാത്മധനം 5 വകക്കിണക്കി തിന്മപ്പെടാതെ പരിപാലയ ഷഷ്ഠഭാഗം. ഇതിൻ്റെ അന്വയം നോക്കാം. 1 ധർമ്മത്തിന്, 1 നൃപന്, 1 യശസ്സിന്, 1 ശർമ്മത്തിന്, 1 നിജമിത്രഗണത്തിന്. ഇമ്മട്ടിൽ ആത്മധനം 5 വകയ്ക്ക് ഇണക്കി ഷഷ്ഠഭാഗം തിന്മപ്പെടാതെ നീ പരിപാലയ. അപ്പോൾ ഇത് ഈ വകതിരിവുകളുണ്ടല്ലോ, ഇതിൽ നൃപനൊന്ന് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഷഷ്ഠഭാഗം പരിപാലിക്കാനുള്ളതുമാണ്. ബാക്കിയുള്ളതൊക്കെ വ്യക്തിഗതമായിട്ടുള്ളതാണ്. ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങളാണ് ഉണ്ടാവുക. ഇപ്പോൾ കൂട്ടുകുടുംബത്തിലെ വ്യക്തിക്ക് ഒരു അണുകുടുംബത്തിലെ വ്യക്തിയുടെ ചെലവിൻ്റെ സമ്പ്രദായം ആയിരിക്കില്ല എന്നർത്ഥം. അപ്പോൾ ഇതിൽ കവി പറയണത് എന്താണെന്ന് നോക്കാം. ധർമ്മത്തിനൊന്ന്, ധർമ്മം എന്നാൽ സുഹൃതം, ന്യായം, സദാചാരം, ദാനം, ഭിക്ഷ, മുറ, കടമ എന്നൊക്കെ പല അർത്ഥമുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടാണ് ഒരു ഭാഗം ചിലവാക്കേണ്ടത്. പിന്നെ അടുത്തത് നൃപന് 1, അതെന്തായാലും കൊടുക്കണം. നൃപന് കൊടുക്കാനുള്ളത് ആകെ വരുമാനത്തിൻ്റെ ഇത്ര ശതമാനം എന്തെങ്കിലും കണക്കുണ്ടാവും, അത് എന്തായാലും കൊടുക്കണം. അപ്പോൾ അതാത് കാലത്തെ നമ്മുടെ വരവനുസരിച്ചിട്ട് എത്ര ശതമാനമാണ് കൊടുക്കേണ്ടത് വെച്ചാൽ അത് കൊടുക്കണം. ഇപ്പോൾ അതാണ് നൃപനൊന്ന്, രാജാവിനൊന്ന് എന്ന് പറഞ്ഞത്. അതായത് ഇൻകം ടാക്സ്, ആദായ നികുതി. പിന്നെ യശസ്സിനൊന്ന്, കവി പറയും യശസ്സിന് വേണ്ടിയിട്ട്. ഇതും വൈയക്തികമാണ്. ഓരോരുത്തർക്കും അവനവൻ്റെ അവസ്ഥയ്ക്കും
അവന് പേരിനും പ്രശസ്തിക്കും ഒക്കെ ആയിട്ട് കുറച്ച് ചിലവ് ചെയ്യണം എന്ന് തോന്നിയെന്ന് വരാം. അതാണ് കവി പറയണത്. അപ്പോൾ ഒരു ഭാഗം യശസ്സിന് വേണ്ടിയിട്ട് ചിലവാക്കാം, തൻ്റെ പേരിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വേണ്ടി വരും. ഒരു സമുദായത്തിൽ ജീവിക്കുമ്പോൾ അവരുടെ അവസ്ഥയ്ക്കും എൻ്റെ സ്ഥിതിക്കും അനുസരിച്ചിട്ട് ചില സംഗതികൾക്ക് കാശ് കൊടുക്കേണ്ടി വരും. പിന്നെ ശർമ്മത്തിനൊന്ന്. ശർമ്മം എന്ന് പറഞ്ഞാൽ സുഖം, സന്തോഷം ഒക്കെയുള്ള അർത്ഥമാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ മാതിരി കുറച്ച് വൈയക്തികമായിട്ടുള്ള സംഗതിയാണ്. എങ്കിലും അതിനാണ് ഒരു ഭാഗം ചിലവാക്കുക. പിന്നെ നിജമിത്രഗണത്തിനൊന്ന്. സ്വന്തം മിത്രഗണം, സുഹൃത്ത് സംഘം. അപ്പം അതിൽ അവനവൻ്റെ കൂട്ടുകാർക്ക്, അവർക്ക് വേണ്ടിയിട്ടും ഇടയ്ക്ക് ചിലവാക്കേണ്ടി വരും തീർച്ചയായിട്ടും. അതിൽ ബന്ധുക്കളും ഒക്കെ അതിൽപ്പെടും. അപ്പോൾ അവനവൻ്റെ സുഹൃത്ത് ബന്ധത്തിന് വേണ്ടിയിട്ട് ഒരു ഭാഗം ചിലവാക്കേണ്ടി വരും. ഇമ്മട്ടിൽ, ഈ കണക്കിൽ, ഈ വിധത്തിൽ ആത്മധനം, സ്വന്തം ധനം. ഇത് തറവാട്ട് മുതലിൻ്റെ കഥയല്ല പറയണം കേട്ടോ. തറവാട്ട് മുതൽ ഒന്നും തൊട്ട് കളിക്കേണ്ടതല്ല. ഇത് നമ്മൾ സമ്പാദിച്ചിട്ടുള്ള ആത്മധനം 5 വകക്കിണക്കി. ഈ 5 വക ഏതൊക്കെയാണ്? ധർമ്മം, പിന്നെ രാജാവ്, യശസ്, ശർമ്മം, പിന്നെ മിത്രം. ഇങ്ങനെ 5 വകയ്ക്ക് ഇണക്ക പറഞ്ഞാൽ അതിനോട് കൂട്ടി വയ്ക്കുക, അതിന് വേണ്ടിയിട്ട് വയ്ക്കുക, അതിനോട് കൂട്ടിച്ചേർത്ത് വയ്ക്കുക എന്നർത്ഥം. അങ്ങനെ ഇണക്കിയിട്ട് തിന്മപ്പെടാതെ. തിന്മ എന്ന് പറഞ്ഞാൽ എന്താ? ദോഷം, ദ്രോഹം, ചീത്തത്വം ഒക്കെ അർത്ഥം. അപ്പോൾ ദോഷമില്ലാത്ത വിധത്തിൽ തിന്മപ്പെടാതെ പരിപാലിക്കുക, സൂക്ഷിച്ചു വയ്ക്കുക, ഒട്ടും ചെലവിടാതെ അത് എടുത്തു വയ്ക്കുക. ഷഷ്ഠഭാഗം, 6ാമത്തെ ഈ ഭാഗം അത് സൂക്ഷിക്കുക. അതായത് നമ്മുടെ നീക്കിയിരിപ്പായിട്ട് അതിനെ തൊടാതെ എടുത്തു വയ്ക്കണം, ഭാവി നന്മയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ചുരുക്കത്തിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാജഭോഗം എന്ന് പറഞ്ഞാൽ അത് ഇൻകം ടാക്സ്, നമ്മുടെ ആദായ നികുതി, അത് എന്തായാലും കൊടുക്കേണ്ടത് അത് എടുത്തു വയ്ക്കുക. ബാക്കിയുള്ളതിനെ 5 ഭാഗമാക്കുക. അതിൽ ഒരു ഭാഗം എന്തായാലും ഭാവി നന്മയ്ക്ക് വേണ്ടിയിട്ട് എടുത്തു വയ്ക്കുക. ബാക്കിയുള്ളത് യഥായോഗ്യം ഓരോരോ വിഷയത്തിന് ചിലവാക്കുക. അതിൽ പ്രധാന ഉന്നം എന്താണെന്ന് വെച്ചാൽ അധികം ചിലവ് കുറച്ച് ഭാവി നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ നീക്കിയിരിപ്പ് എന്തായാലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നമുക്ക് ശ്ലോകം ഒന്നുകൂടി ചെല്ലാം. ധർമ്മത്തിനൊന്ന്, നൃപനൊന്ന്, യശസ്സിനൊന്ന്, ശർമ്മത്തിനൊന്നു, നിജമിത്രഗണത്തിനൊന്ന്, ഇമ്മട്ടിലാത്മധനം 5 വകക്കിണക്കി തിന്മപ്പെടാതെ പരിപാലയ ഷഷ്ഠഭാഗം. കുട്ടികളെ, ഉമാകേരളത്തിലെ മന്ത്രിയെപ്പറ്റി വിവരിക്കുന്ന ശ്ലോകത്തിൽ ആയം വ്യയത്തിലധികം പ്രജകൾക്കു നിത്യമായത്തമാക്കി ജനതയ്ക്കകലാകയാറ്റി ആണ് അദ്ദേഹം ഭരിച്ചിരുന്നത്, ആ മന്ത്രി പുങ്കവൻ എന്ന് ഉള്ളൂര് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ വരവ് ചിലവിനേക്കാൾ കൂടുതൽ ആയിരിക്കണം എന്ന് നിഷ്കർഷിച്ചിരുന്നു. അത് പണ്ടുണ്ട്, ഇന്നും അത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഉപദേശം സ്വീകരിച്ച് ഭാവി സുരക്ഷിതമാക്കാം എന്ന് ഉറപ്പിക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ദിവസമാവട്ടെ. എല്ലാവർക്കും നമസ്കാരം.